വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം ഇതെല്ലാം മിസ്സാണ്. സോ എന്തൊക്കെയാണ് വിശേഷം? എവിടെ വരെയായി നമ്മുടെ ബേസിക് സയൻസിന്റെ പ്രിപ്പറേഷൻസ്? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയാണോ നിങ്ങൾ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നത്? സോ നമ്മൾ ഇതുവരെ നമ്മുടെ ബയോളജി ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് വൈകിട്ട് 7:30 നമ്മൾ കെമിസ്ട്രിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പകലുള്ള സമയമെല്ലാം തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് അല്ലേ. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻടു 5 ways. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഡാഷ്. ലോഹങ്ങളെ നേർത്ത കമ്പികളാക്കി മാറ്റാം. ഈ ഗുണം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പൊ മെറ്റൽസിന് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഫൈൻ വയേഴ്സ് ആക്കുക, കനം കുറഞ്ഞ കമ്പികളാക്കുക അല്ലെ. ആ കമ്പികളാക്കി മാറ്റുന്ന പ്രോപ്പർട്ടീനെ നമ്മൾ എന്താ മക്കളെ വിളിക്കുക? നമ്മൾ അതിനെ ഡക്റ്റിലിറ്റി എന്ന് വിളിക്കൂ അല്ലെ. സോ ഫൈൻ വയേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കുക, അത് ഡക്റ്റിലിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ മാലിയബിലിറ്റി, മെറ്റാലിക് ക്ലസ്റ്റർ, സോണോറിറ്റി, ഡക്റ്റിലിറ്റി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മെറ്റൽസിനെ തിൻ ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും അല്ലെ. കനം കുറഞ്ഞ തകിടുകളാക്കാം. അതിനെയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫൈൻ വയേഴ്സ് ആക്കി മാറ്റുന്നു. കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്നതാണ് ഡക്റ്റിലിറ്റി എന്നറിയപ്പെടുന്നത്. ഇനി മെറ്റാലിക് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു മെറ്റൽ, പുതിയ ഒരു മെറ്റൽ എടുത്താൽ, ഒരു ന്യൂലി കട്ട് സർഫസ്, പുതിയതായിട്ട് മുറിച്ച പ്രതലത്തിന് നല്ല തിളക്കമായിരിക്കും അല്ലെ. അപ്പൊ മെറ്റൽസിന്റെ ഒരു ഷൈനി അപ്പിയറൻസിനെ, ഒരു തിളക്കമുള്ള ആ ഒരു സ്വഭാവത്തെ, തിളക്കമുണ്ട് അതിനെ, ആ ഒരു ഷൈനി അപ്പിയറൻസിനെയാണ് നമ്മൾ ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇനി സോണോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സോണോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റൽസിന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ, എങ്ങനെ ഹാർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, കട്ടിയുള്ള വസ്തു കൊണ്ട് അടിക്കുമ്പോൾ ഒരു പ്രത്യേകതര ശബ്ദം ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ സോണോറിറ്റി എന്ന് പറയുന്നത്. എല്ലാ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്തത്, കംപ്ലീറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തനത്തിന്റെ സമവാക്യം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഇത് 2 ചാപ്റ്ററിലെ കമ്പൈൻ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സിങ്ക് എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, HCl എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. ഒരു ആസിഡ് മെറ്റലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെയാ മക്കളെ കിട്ടുക? ആസിഡ് മെറ്റലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾട്ട് കിട്ടും. അതേപോലെ ഹൈഡ്രജൻ ഗ്യാസും കിട്ടും കേട്ടോ. ലവണം ഉണ്ടാകും, അതേപോലെ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. ഇത് കൃത്യമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു ആസിഡും മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് സോൾട്ടും അതേപോലെ ഹൈഡ്രജൻ ഗ്യാസുമാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്, ഉൽപ്പന്നമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സിങ്ക് ആണ് നമ്മുടെ മെറ്റൽ, HCl ആണ് ആസിഡ് എന്ന് പറയുന്നത്. ഇവരെ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിങ്ക് ക്ലോറൈഡ് ആയിരിക്കും കേട്ടോ. അതേപോലെ കൂടെ കിട്ടുന്ന ഗ്യാസ് ഏതാ? ഏത് മെറ്റലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആയിരിക്കും കേട്ടോ. സോ X എന്ന് പറയുന്നത് സിങ്ക് ക്ലോറൈഡ്, Y എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ്. അടുത്തത്, ബട്ടർ മിൽക്ക് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലൂമിനിയം വെസൽസ്. വാട്ട് ഈസ് ദ റീസൺ? മോര് അലൂമിനിയം പാത്രങ്ങളിൽ സൂക്ഷിക്കാറില്ല. എന്താ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ കേർഡ്, സാധാരണയായിട്ടുള്ള മിൽക്ക്, ഇങ്ങനെ പാല്, തൈര്, മോര്, ഇങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും എടുത്താൽ ഇവരുടെ സ്വഭാവം എന്താ? ഇവരെല്ലാവരും തന്നെ അസിഡിക് നേച്ചറുള്ള ആൾക്കാരാണ് അല്ലെ. ഇവരെല്ലാവരും അസിഡിക് നേച്ചറാ. ഇവരിലുള്ള ഏത് ആസിഡാണ് മക്കളെ? ഇവരുടെ അടുത്തുള്ള ആസിഡ് ഏതാ? ഇവരുടെ അടുത്തുള്ള ആസിഡ് എന്ന് പറയുന്നത് ഏത് ആസിഡാ? ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ. ലാക്റ്റിക് ആസിഡ് ആണ്. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് ആയിക്കോട്ടെ, സാധാ മിൽക്ക് ആയിക്കോട്ടെ, കേർഡ് ആയിക്കോട്ടെ, പാല്, മോര്, തൈര്, ഇതിലെല്ലാവരും തന്നെ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ആ അലൂമിനിയം എന്ന് പറയുന്നത് ആരാ? ഒരു മെറ്റലാണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, ആസിഡ് മെറ്റലും റിയാക്ട് ചെയ്ത് അൺവാണ്ടഡ് പ്രോഡക്ട്സ്, നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരായിട്ട് മാറിക്കളയല്ലേ. സോ നമ്മൾ if butter milk is stored in aluminum vessels, the acid in the buttermilk will react with aluminum and form unwanted products. ശരിയാണോ? നമ്മൾ മോര്, തൈര്, പാല് ഇതൊക്കെ
നമ്മൾ അലൂമിനിയം പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചാൽ ഈ മോര്, പാല്, തൈര് ഇതിന്റെ ഉള്ളിലുള്ള ലാക്റ്റിക് ആസിഡ് അലൂമിനിയമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങളായിട്ട് മാറും. ഇത് കഴിച്ചാൽ എന്താ പറ്റുക? നമ്മുടെ വയറ്റിൽ ഗുളുഗുളു, നമുക്ക് ഗ്യാസ്, ദഹന പ്രശ്നങ്ങൾ, ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ബട്ടർ മിൽക്ക് ഒരിക്കലും നമ്മൾ അലൂമിനിയം വെസൽസിൽ സ്റ്റോർ ചെയ്യാത്തത്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ റെസ്റ്റിംഗ് ഓഫ് അയോൺ? മക്കളെ, ഇരുമ്പ് തുരുമ്പെടുക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അയൺ എന്ന് പറയുന്ന ആൾ വളരെ ഈസി ആയിട്ട് റെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അയൺ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പുറത്തു കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാ സംഭവിക്കുക, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് മോയിസ്ചർ ആണ് അല്ലെ. മോയിസ്ചർ ആണ്, അതായത് ജലാംശമാണ്. രണ്ടാമത്തെ ആളാരാണ് മക്കളെ? രണ്ടാമത്തെ ആള് നമ്മുടെ ഓക്സിജൻ ആണ് അല്ലെ. ഓക്സിജൻ ആണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ടുള്ള ആളെന്ന് പറയുന്നത് ഏരാ? ഇത് മാത്രല്ല, സോൾട്ട്, ലവണത്തിന്റെ സാന്നിധ്യമുണ്ട്. പിന്നെ ആരാ മക്കളെ? ആസിഡിന്റെ സാന്നിധ്യം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മുടെ ഇരുമ്പ് തുരുമ്പെടുത്ത് പോകും. കൃത്യമായിട്ട് പഠിക്കുക. ഇനി സജസ്റ്റ് വൺ മെത്തേഡ് ടു പ്രിവെന്റ് ദ റെസ്റ്റിംഗ് ഓഫ് അയൺ. ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് തടയാൻ ഒരു രീതി നിർദ്ദേശിക്കും. ഒരെണ്ണേ പറഞ്ഞിട്ടുള്ളൂ, രണ്ടെണ്ണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് പെയിന്റിങ് ചെയ്യാം. ഓക്കെ ആണോ? നമുക്ക് എന്ത് ചെയ്യാം? പെയിന്റ് അടിക്കാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഓയിലിംഗ് ആണ്, നമുക്ക് എണ്ണ പുരട്ടാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം അലോയ്സ്, ലോഹസങ്കരങ്ങൾ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇരുമ്പ് ഉപയോഗിക്കുന്നതിന് പകരം അലോയ്സ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് റെസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നെയിം ദ മെറ്റൽസ് വിച്ച് ഇസ് മോസ്റ്റ് മാല്യബിൾ ആൻഡ് ദ ബെസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ. അപ്പൊ താഴെ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്താണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ ഏറ്റവും മാല്യബിളും മികച്ച വൈദ്യുത ജാലകവുമായിട്ടുള്ള ലോഹം ഏതാണെന്ന് പറയാൻ കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ മാല്യബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മെറ്റൽസ് ക്യാൻ ബി ഹാമേർഡ് ഇൻ ടു തിൻ ഷീറ്റ്സ് അല്ലെ. നമുക്ക് മെറ്റൽസിനെ എന്ത് ചെയ്യാം? കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാം. കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാം. ആ കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ മാലിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മാലിബിലിറ്റി എന്താന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഏറ്റവും കൂടുതൽ മാലിബിലിറ്റി കാണിക്കുന്നത് ആരാണെന്നും കൂടെ പറയാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ, മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന മെറ്റൽ ആരാണ് മക്കളെ? ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ അല്ലെങ്കിൽ മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് നമ്മുടെ ഗോൾഡ് ആണ് കേട്ടോ. ഗോൾഡ്, സ്വർണമാണ് ഏറ്റവും നല്ല മോസ്റ്റ് മാല്യബിൾ എന്ന് പറയുന്നത്. ഇനി സോണോരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റൽസ് ഹാവ് ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് സൗണ്ട് അല്ലേ. എബിലിറ്റി ടു പ്രൊഡ്യൂസ് സൗണ്ട്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, ടു പ്രൊഡ്യൂസ് സൗണ്ട്, ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവ്. എങ്ങനെ ശബ്ദം? ഒരു പ്രത്യേകതര ശബ്ദം അല്ലെ. ഒരു വസ്തു കൊണ്ട് നമ്മൾ അടിക്കുമ്പോൾ, അപ്പൊ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ഹാമർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നമ്മുടെ മെറ്റൽസിന് കഴിവുണ്ട്. അതിനെയാണ് സോണോരിറ്റി എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. അടുത്തത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ചാലകത. ആ പേരിൽ തന്നെയുണ്ട് അല്ലെ. എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. മെറ്റൽസിനുള്ളതും നോൺ മെറ്റൽസിന് ഇല്ലാത്തതുമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ല അല്ലെ. അപ്പം മെറ്റൽസിന് എന്തുണ്ട്? എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റിയും ഉണ്ട്, എബിലിറ്റി ടു കണ്ടക്ട് ഹീറ്റും ഉണ്ട്. സോ ദ എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ്, വൈദ്യുതിയെ കടത്തിവിടുവാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആരാണെന്നും കൂടെ പറയണം കേട്ടോ. ഏറ്റവും മികച്ച വൈദ്യുത ജാലകം ആരാ? ഏറ്റവും മികച്ച വൈദ്യുത ജാലകം ഒരാളാണ്, താപജാലകം ഒരാളാണ്. ദ ബെസ്റ്റ് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ്, വിച്ച് ഇസ് സിൽവർ അഥവാ വെള്ളി ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ട്. അതൊക്കെ പറയാൻ വീഡിയോസ് ആയിട്ട് ലൈവായിട്ട് മിസ് വരുന്നുണ്ടാവും. ഇന്ന് വൈകിട്ടത്തെ ലൈവ് കാണാൻ നിങ്ങൾ ആരും മറന്നു പോരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മൾ ഒന്നിച്ച് പഠിച്ച് തന്നെ നമ്മുടെ ബേസിക് സയൻസിന് 60 മാർക്ക് തന്നെ നേടും. അപ്പോൾ അങ്ങനെ പോകാൻ വരട്ടെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ, കാര്യങ്ങൾ മനസ്സിലായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതേപോലെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മിസ് വീഡിയോ ഇട്ട് തരാം. ഇനി ഒരു കാര്യം കൂടെ, ദ ബെസ്റ്റ്
അതായത് മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ കേട്ടോ, മോസ്റ്റ് ഡക്റ്റൈൽ, ഏറ്റവും കൂടുതൽ ഡക്റ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഏത് ലോഹമാണെന്ന് താഴത്തെ കമന്റ് ബോക്സിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കമന്റ് കാത്ത് ഞാനുണ്ടാവും. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം ബദലാം സൈനിങ് ഓഫ്. ബൈ.